സാന്ത്വനം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ മീനാക്ഷി ഓഫീസിൽ തന്റെ മേലുദ്യോഗസ്ഥയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മീനാക്ഷിയുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയെ മേലുദ്യോഗസ്ഥ പ്രശംസിക്കുന്നു. താൻ ഇത്രയും ആത്മാർത്ഥതയോടെയാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നും അടുത്ത ചിന്ന പ്രോജക്റ്റ് ആണ് മീനാക്ഷിക്ക് കൊടുക്കുന്നതെന്നും അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആണെന്നും പറയുന്നു. ശേഷം ദാമോദരും ആകാശും രാമേട്ടനോട് ആര്യനെ മിത്രയുടെ മുന്നിൽ വെച്ച് തല്ലിയതിനെ കുറിച്ച് രാമേട്ടനോട് പറയുന്നു. ഇത് ബാലേട്ടനോട് ചോദിക്കണമെന്നും ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ തല്ലുന്നത് മോശമാണെന്ന് ബോധ്യപ്പെടുത്തണമെന്നും പറയുന്നു. രാമേട്ടൻ ബാലനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്ത് ജോലി ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെ അവകാശമാണെന്നും പറയുന്നു. എന്നാൽ തൻ്റെ മക്കൾ എന്ത് ജോലി ചെയ്യണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ഗോമതി സ്റ്റോഴ്സ് ഉണ്ടാക്കാൻ താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നും പറയുന്നു. അതിൻ്റെ ചുമരുകൾക്ക് പോലും തൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടെന്നും പറയുന്നു. ഓ, ചുമ്മാതല്ല ഈ കടയിൽ ഇത്രയും വിയർപ്പിൻ്റെ നാറ്റമെന്ന് ദാമോദർ സ്പോട്ടിൽ ഒരു ചളിയും അടിക്കുന്നു. എന്നാൽ ബാലൻ അതത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നീടുള്ള സംഭാഷണത്തിൽ ബാലന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗത്തിന് ശേഷം താൻ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അടിക്കോ വഴക്ക് പറച്ചിലിനോ വേണ്ടി ഒരുപാട് കൊതിച്ചിരുന്നു എന്നും തനിക്ക് നന്നായി അറിയാം അച്ഛൻ്റെ വില എന്നും പറഞ്ഞ് ഇമോഷണൽ ആകുന്നു. കേട്ടുനിന്ന രാമേട്ടനും ദാമോദരനും ആകാശനും അതുപോലെ വിഷമമാകുന്നു. ശേഷം മിത്ര വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഗോമതി അവളെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ മിത്രയ്ക്ക് തന്റെ ഭർത്താവിനെ തന്റെ മുന്നിൽ വെച്ച് അടിച്ചത് ഇഷ്ടമായില്ലെന്നും അതും ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ എന്നും പറയുന്നു. ഗുരുവായൂരിൽ വെച്ച് ഞാൻ അന്ന് നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാൻ കാരണമാണ് നിനക്ക് ആര്യനെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നും ഗോമതി പറയുന്നു. എന്നാൽ തനിക്ക് ജീവിതം ഇഷ്ടമാണെന്നും അപ്പച്ചി ഒന്നിനും ഒരു കാരണക്കാരിയല്ലേ എന്നും പറയുന്നു. ഇതെല്ലാം ദേവി കേൾക്കുന്നുണ്ടായിരുന്നു. ഗുരുവായൂരിൽ വെച്ച് ആരെ കണ്ടെന്നാ അമ്മ പറഞ്ഞേ എന്ന് ശ്രീദേവി ചോദിക്കുന്നു. എന്നാൽ ഗോമതിയും മിത്രയും ഒഴിഞ്ഞു മാറുന്നു. ശ്രീദേവിക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാകുന്നു. ശേഷം നമ്മുടെ മീനാക്ഷി രംഗപ്രവേശനം ചെയ്യുന്നു. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? അറിഞ്ഞില്ലല്ലോ എന്ന് ഗോമതിയുടെ ചോദ്യത്തിന് ദേവിയായിരുന്നു മറുപടി പറഞ്ഞത്. ഓ, ഗവൺമെന്റ് ജോലിക്കാർക്ക് എന്താ പണി? ഇന്നെന്താ നേരത്തെ എന്നാ അമ്മയെ ചോദിക്കേണ്ടത്? ഈ ഗവൺമെന്റ് ജോലിക്കാർക്കേ അവിടെ വെറുതെ ഇരുന്നാ പോരെ, അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഇത് മീനാക്ഷിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിലും ദേവി ചേച്ചിക്ക് എന്നെ കാണുമ്പോൾ ഗവൺമെന്റ് ജോലിക്കാരെ എന്തെങ്കിലും കുറ്റം പറയണം എന്ന് പറയുന്നു. ശേഷം ആര്യൻ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദേവിയെ കാണുന്നു. ദേവിയുടെ ആര്യൻ ബാലന്റെ കുറ്റം പറയുന്നു. ആര്യന്റെ സംസാരത്തിൽ നിന്നും അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് ദേവിക്ക് മനസ്സിലാകുന്നു. ശേഷം